നിയമപരമായോ അല്ലാതെയോ നമ്മൾ നേരിട്ട് ഇടപെടേണ്ട കാര്യത്തിൽ നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മൾ മറ്റൊരാളെ ചുമതലപ്പെടുത്തുന്ന രേഖയാണ് പവർ ഓഫ് അറ്റോർണി. സാധാരണയായി പവർ ഓഫ് അറ്റോർണി എടുക്കുന്നത് പ്രവാസികൾ, ദീർഘനാൾ യാത്രയിൽ തുടരുന്നവർ, വൃദ്ധർ, ചികിത്സയിലിരിക്കുന്നവർ എന്നിവരായിരിക്കും. ഇനി എന്തിനൊക്കെ വേണ്ടിയാണ് പവർ ഓഫ് അറ്റോർണി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 1. വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട്. 2. സിവിൽ കേസുകളിൽ കോടതികളിൽ ഹാജരാകുവാനും ബന്ധപ്പെട്ട രേഖകളിൽ ഒപ്പുവയ്ക്കുവാനും. 3. ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ധനകാര്യ ഇടപെടലുകൾ നടത്തുവാൻ. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് നേരിട്ട് ഹാജരാവാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ മറ്റൊരാളെ ചുമതലപ്പെടുത്തിക്കൊണ്ട് പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കാവുന്നതാണ്. മറ്റൊരാളെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവരോ വിശ്വസ്തരോ ആയിരിക്കണം. എന്തെന്നാൽ പവർ ഓഫ് അറ്റോർണിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിയമപരമായി നമ്മൾ ചെയ്യുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് അത് ദുർവിനിയോഗം ചെയ്യുവാനും സാധ്യത കൂടുതലാണ്. പ്രധാനമായും 2 തരത്തിലാണ് പവർ ഓഫ് അറ്റോർണി: ജനറൽ പവർ ഓഫ് അറ്റോർണിയും സ്പെഷ്യൽ പവർ ഓഫ് അറ്റോർണിയും. ഇതിൽ പൊതുവായി ഒന്നിലധികം കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തുന്നതാണ് ജനറൽ പവർ ഓഫ് അറ്റോർണി. എന്നാൽ ഒരു പ്രത്യേക ആവശ്യം നിറവേറ്റുവാൻ ചുമതലപ്പെടുത്തുന്നതാണ് സ്പെഷ്യൽ പവർ ഓഫ് അറ്റോർണി. ജനറൽ പവർ ഓഫ് അറ്റോർണി സാധാരണയായി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ നോട്ടറിയിൽ നിന്നും അറ്റസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഒരു വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ പവർ ഓഫ് അറ്റോർണി ചെയ്യുകയാണെങ്കിൽ അത് ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ നമ്മൾ ചുമതലപ്പെടുത്തുന്ന വ്യക്തിക്ക് അതിൽ താല്പര്യവും പൂർണ്ണ സമ്മതവും ഉണ്ടായിരിക്കണം. എന്തെന്നാൽ പവർ ഓഫ് അറ്റോർണിയിൽ ഒപ്പിടുന്നത് അത് എഴുതി കൊടുക്കുന്ന ആൾ മാത്രമാണ്. അപ്പോൾ പവർ ഓഫ് അറ്റോർണി ചില്ലറക്കാരനല്ല കേട്ടോ.